നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനുവിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു. അവൻ IAS പോയി. ഇപ്പോ സബ് കളക്ടറാണ്. അന്തമാതിരി പ്രമാദമായ പൊസിഷനിൽ പോയാച്ചാ. അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ചോദിച്ചു കേട്ടില്ലേ അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നതെന്ന്? അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കല്ലേ? അപ്പ അച്ഛൻ അമ്മയുടെ അടുത്ത് തന്നെ വേണ്ടേ? അച്ഛൻ ഇപ്പൊ തന്നെ തിരിച്ചു പോ. ഞാനും കൂടെ വന്നോട്ടെ. എനിക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയാ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എന്നാ അപ്പൂപ്പൻ വരുമ്പോ ഞാൻ പോയിക്കോട്ടെ. എനിക്ക് നിത്യാമ്മയെ കാണാതിരിക്കാൻ വയ്യ. എന്താ അച്ഛനാ അമ്മയുടെ കാര്യല്ലേ ചോദിച്ചത്? ആരുടെ അമ്മയെന്നോ? അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചതല്ലേ? അപ്പൊ അത് എന്റെ അമ്മയല്ലേ? എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോണം പോണം പോണം. മിണ്ടി പോരുത് നീ. എനിക്ക് നീയും നിനക്ക് ഞാനും. അതിനിടയിൽ വേറെ ആരുമില്ല. ഇനി വേറെ ആരും വേണ്ട, മനസ്സിലായോ? ഓടി അങ്ങോട്ട്. കല്യാണി, അച്ഛൻ അറിയാതെ പറ്റിപ്പോയത്. അച്ഛന്റെ മോളെ കരഞ്ഞാലും ചിരിച്ചാലും കാണാൻ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് വേറെ ആരുമില്ല. അച്ഛാ കരയില്ലേ? എന്തിനാ അച്ഛൻ കരയുന്നേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. പതുക്കെ പതുക്കെ എല്ലാം മോക്ക് മനസ്സിലാവും. ഈ കറിയും കൂടെ എടുത്തു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ടുപോകാം കേട്ടോ. ശരി അമ്മ. ഹോസ്പിറ്റലിൽ തിരുമ്പി വരുമ്പോ നിത്യ മാഡത്തിന്റെ മനസ്സ് ഓക്കെ ആവോ? എനിക്കറിയില്ല ശരവണ. നിത്യേച്ചിയുടെ അവസ്ഥ ദയനീയോ. ടെൻഷൻ കാരണം അവീഴ്ചയുണ്ടായത്. എന്നെ പോലൊന്നുമല്ല. വളരെ ശാന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാള്. എന്നിട്ട് ആ പാവത്തിന്റെ വിധി കണ്ടില്ലേ? ജീവൻ സാറ് തിരുമ്പി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. அப்படியா இருந்தா இப்போ
നിത്യമേടും എരിസാർക്കും നല്ല ലൈഫാ പോയിരിക്കും. അതിനൊക്കെ ഒരു ഭാഗ്യം വേണ്ട ശരവണ. നമ്മുടെ കുടുംബത്ത് എപ്പോഴും നിർഭാഗ്യങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്തിന് ഈ ഞാൻ പോലും. അമ്മ ഞാൻ പക്കള. എന്താ ശരവണ? ജ്യോതിയമ്മ, ഇത് യാര് വന്നിരിക്കുന്നു പാറ്. സാറമ്മ വാങ്ങമ്മ. ജ്യോതിയമ്മ. സാറേച്ചി. ജ്യോതി. എന്തു പറ്റി ജ്യോതി? ഒന്നുമില്ല. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുവിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു. അവൻ IAS പോയി. ഇപ്പോ സബ് കളക്ടറാണ്. അടടാ കടവുളെ, അന്തമാതിരി പ്രമാദമായ പൊസിഷനിൽ പോയാച്ചാ. കൈകൊടു മച്ചാ. ഇനി എവിടെങ്കിലും പോകുമ്പോ നമുക്ക് സൊല്ലാലോ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു IAS ഓഫീസർ ഇരിക്കുന്നു. ഇല്ല, രവി സാറ് കുറെ ദിവസം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളെ തിരഞ്ഞു നടന്നിരുന്ന സമയത്ത്. പിന്നെ അവിടുന്ന് പോയി. ഞങ്ങളും നിങ്ങളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ചും ഇവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.